ആൻറ്റിബോഡി IgE ആൻറ്റിബോഡി വന്നിട്ട് മാസ്റ്റ് സെൽസിലും ബേസോഫിൽസിലൊക്കെ അറ്റാച്ച് ചെയ്യും. അപ്പോൾ ഇത്രയാണ് സെൻസിറ്റൈസേഷൻ ഫേസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ എഫക്റ്റർ ഫേസ്. എഫക്റ്റർ ഫേസിൽ എന്ന് വെച്ചാൽ എന്താ, സബ്സീക്വൻറ്റ് എക്സ്പോഷറിൽ അപ്പം ഇങ്ങനെ ഒരു സെൻസിറ്റൈസ് ആയിട്ടിരിക്കുന്ന ഒരു മാസ്റ്റ് സെൽ അതിൽ IgE ആൻറ്റിബോഡി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ബേസോഫിൽ അതിനകത്ത് IgE ആൻറ്റിബോഡി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് പിന്നെ ഒരു അലർജൻ വരുമ്പോഴേക്ക് എന്ത് ചെയ്യുന്നറിയാമോ, ഇത് ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യും. അതായത് ഇതിനൊക്കെ ഓരോ സൈറ്റിന് ഓരോ പേരുണ്ട്, അത് നീ പറയണമെന്നില്ല. ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യും. അറ്റാച്ച് ചെയ്യുമ്പോഴേക്ക് എന്തെന്ന് വെച്ചാൽ ഈ മാസ്റ്റ് സെൽസ് ഡീഗ്രാനുലേറ്റ് ചെയ്യും. ഇതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന സാധനങ്ങളൊക്കെ പുറത്ത് ചാടും. അപ്പോൾ അത് തന്നെ രണ്ട് വിധത്തിലുണ്ട്, പ്രൈമറി മീഡിയേറ്റർ ആൻഡ് സെക്കൻഡറി മീഡിയേറ്റർ. പ്രൈമറി മീഡിയേറ്റർ എന്ന് വെച്ചാൽ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനമാണ് സെല്ലിനകത്ത്. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ അതായത് ഇത് വരുമ്പം മാത്രം ഉണ്ടാക്കിയെടുക്കുന്ന സാധനമാണ് സെക്കൻഡറി മീഡിയേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ മാസ്റ്റ് സെൽസ് ഈ ഡീഗ്രാനുലേറ്റ് കുറേ സാധനം ഉണ്ടാക്കും. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഹിസ്റ്റമിൻ ഉണ്ടാക്കും, സെറട്ടോണിൻ ഉണ്ടാക്കും, പിന്നെ ഹെപ്പാരിൻ ഉണ്ടാക്കും. അപ്പം ഇതിനൊക്കെ ഓരോ എഫക്റ്റ് ഉണ്ട്. ഇപ്പം ഹിസ്റ്റമിൻ, ഹെപ്പാരിൻ, സെറട്ടോണിൻ ഇതൊക്കെ വരുമ്പോൾ എന്തെന്ന് വെച്ചാൽ സ്മൂത്ത് മസിൽസിൻ്റെ കൺട്രാക്റ്റിലിറ്റി കൂടും, അതുപോലെ വാസ്കുലാർ പെർമിയബിലിറ്റി കൂടും. അതെന്തൊക്കെയാണ് ഫംഗ്ഷൻ നീ പഠിച്ചു വയ്ക്കണം. പിന്നെന്ന് പറയുമ്പോൾ ഈസ്നോഫിലിക് കീമോട്രാക്റ്റിക് ഫാക്ടർ എ. കീമോടാക്സിസ് എന്ന് പറഞ്ഞാൽ ആ വേർഡിൻ്റെ അർത്ഥം എന്താ, അട്രാക്ട് ചെയ്യുക എന്നാണ്. അപ്പോൾ ഈസ്നോഫിലിക് കീമോടാക്റ്റിക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ സാധനം റിലീസ് ചെയ്യുമ്പോഴേക്ക് ഈസ്നോഫിൽസിനെല്ലാം ഈ സൈറ്റിലേക്ക് വിളിച്ചു വരുത്തും. ഈസ്നോഫിൽസ് ഒക്കെ വന്നാൽ അറിയാലോ, അലർജി ആ ഒരു നമ്മുടെ റിയാക്ഷൻസ് ഉണ്ടാകും നമുക്ക്. പിന്നെ ന്യൂട്രോഫിലിക് കീമോടാക്റ്റിക് ഫാക്ടർ എ, അതായത് ന്യൂട്രോഫിൽസിനെ വിളിച്ച് വരുന്ന സാധനം. അപ്പം ന്യൂട്രോഫിൽസ് അങ്ങോട്ടേക്ക് അറ്റാച്ച് ചെയ്യും. പിന്നെ അതുപോലെ പ്രോട്ടിയേസസ് ഉണ്ടാക്കും. അപ്പോൾ ഇതിത്രയാണ് എന്ത്, പ്രൈമറി, അതായത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ പുറത്ത് ചാടുന്നതിന് എക്സാമ്പിൾ. പിന്നെ എന്ന് പറയുമ്പോൾ സെക്കൻഡറി ഉണ്ട്. അതിന് എക്സാമ്പിളാണ് ബ്രാഡികൈനിൻ, പ്രോസ്റ്റാഗ്ലാൻഡിൻ, ലൂക്കോട്രൈൻ, പ്ലേറ്റ്ലെറ്റ് ആക്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ്. അപ്പോൾ ഇതിനൊക്കെ ഓരോ ഫങ്ഷൻസ് ഉണ്ട്. അതൊരു ബോക്സിലുണ്ട്, അത് നീ പഠിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്ത് പറ്റും, നമുക്ക് ലോക്കലായിട്ട് നമുക്ക് ചൊറിച്ചിലുണ്ടാവും, നമുക്കിങ്ങനെ തടിച്ച് പൊങ്ങും. പിന്നെ ഭയങ്കരമൊക്കെ കൂടിയ കേസിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ശ്വാസം വലിച്ചെടുക്കണം, ഈ ആസ്മയൊക്കെ ഉണ്ടാകത്തില്ലേ, ആസ്മയൊക്കെ എന്ന് പറയുന്ന ഒരുതരം അലർജിക് ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റിയാണ്. അപ്പോൾ നമ്മൾ വലിച്ചിങ്ങനെ വല്ല പോളൻ ഗ്രെയിൻസ് ഒക്കെ നമ്മൾ ശ്വാസം ഇങ്ങനെ വലിച്ച് നമ്മുടെ ഇതിൽ പോയി, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തുമ്മലുണ്ടാവുന്നു, നമുക്ക് പെട്ടെന്ന് നമുക്ക് മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്നു. ഇതൊക്കെ അതിന് എക്സാമ്പിളാണ് ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി. അപ്പോൾ ചിലപ്പം ഭയങ്കര ഇതായിട്ടുള്ള കേസിൽ എന്ത് പറ്റും, ഷോക്കിൽ പോകും പേഴ്സൺ. അതായത് ദേഹം മൊത്തം ഓരോ സാധനങ്ങൾ അങ്ങ് റിലീസ് ചെയ്ത് നമുക്ക് ഹൈപ്പോ ടെൻഷനൊക്കെ ഉണ്ടാവും. അതായത് ദേഹം മുഴുവൻ വാസോ ഡയലിറ്റേഷനും അതും ഇതൊക്കെ ഉണ്ടായി, ദേഹം മൊത്തം ഇതായി ഷോക്കായി. അതിനെയാണ് നമ്മൾ അനാഫിലാക്സിസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതാണ് ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ്റെ മെക്കാനിസം.